നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ആശങ്കകളൊക്കെ പറഞ്ഞു തീർത്തു കെയർ സ്റ്റാമറും ഡൊണാൾഡ് ട്രംപും. ഏറെ കാത്തിരുന്ന UK-US വ്യാപാര കരാറിൽ ഇരുവരും ഒപ്പുവെച്ചു. തനിക്കു ബ്രിട്ടനെ ഇഷ്ടമാണെന്നും ഭാവിയിലെ താരിഫുകളിൽ നിന്നും ബ്രിട്ടന് സംരക്ഷണം ഉണ്ടായിരിക്കുമെന്നും ട്രംപ്. ടെഹ്റാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. 600 വിദ്യാർത്ഥികളെ ടെഹ്റാനിൽ നിന്നും കോമിലേക്കും 110 വിദ്യാർത്ഥികളെ ഉർമയിൽ നിന്നും അർമേനിയൻ അതിർത്തിയിലേക്കും മാറ്റി. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ തങ്ങൾ പങ്കുചേർന്നിട്ടില്ലെന്നും വൈറ്റ് ഹൗസ്. ഇസ്രായേൽ-ഇറാൻ സംഘർഷം അതിരൂക്ഷമാകുന്നതിനിടെ US പടക്കപ്പൽ USS നിമിറ്റ്സ് പശ്ചിമേഷ്യൻ ലക്ഷ്യമിട്ട് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഇറാന്റെ യുദ്ധകാല ചീഫ് ഓഫ് സ്റ്റാഫായ അലി ഷാദ്മാനിയെ കൊലപ്പെടുത്തിയതായി അവകാശപ്പെട്ട് ഇസ്രായേലിൽ കനത്ത മിസൈൽ ആക്രമണം തുടർന്ന് ഇറാൻ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതോടെ കേരളത്തിൽ നിന്നും ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ താളം തെറ്റുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് നിരവധി സർവീസുകൾ റദ്ദാക്കി. ഇസ്രായേൽ-ഇറാൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ UAE-യിൽ നിന്നും ജോർദാൻ, ലെബനൻ, ഇറാഖ്, ഇറാൻ, ഇസ്രായേൽ, സിറിയ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. വാർത്തകൾ വിശദമായി. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ കെയർ സ്റ്റാമറും ഡൊണാൾഡ് ട്രംപും UK-US വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. തനിക്കു ബ്രിട്ടനെ ഇഷ്ടമാണെന്നും അതുകൊണ്ട് തന്നെ ഭാവിയിലെ താരിഫുകളിൽ നിന്നും ബ്രിട്ടന് സംരക്ഷണം ഉണ്ടായിരിക്കുമെന്നും US പ്രസിഡന്റ് ട്രംപ് പ്രതികരിച്ചു. ആൽബർട്ടയിലെ കനാക്സിൽ G7 വേദിയിൽ വെച്ച് എയ്റോസ്പേസും ഓട്ടോ മേഖലയിൽ ഉൾപ്പെടുന്ന കരാർ ഇരു നേതാക്കളും അവതരിപ്പിച്ചു. ബിസിനസ് ആൻഡ് ട്രേഡ് വകുപ്പ് പുറത്തുവിട്ട വിശദാംശങ്ങളിൽ UK എയ്റോസ്പേസ് മേഖലയ്ക്ക് US-ൽ നിന്നും യാതൊരു താരിഫും നേരിടേണ്ടി വരില്ല. അതേസമയം ഓട്ടോ വ്യവസായത്തിന് 10% താരിഫുകൾ ചുമത്തും. നേരത്തെ ഇത് 25%. സ്റ്റീൽ വ്യവസായം ഇപ്പോഴും 25% താരിഫ് നേരിടുന്നു. എന്നിരുന്നാലും ഇത് സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്ക് US-ൽ ആഗോള നിരക്കായ 50%-നേക്കാൾ കുറവാണ്. സമ്മതിച്ചതുപോലെ കോർ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് 0% താരിഫ് കൈവരിക്കുന്നതിലേക്ക് പുരോഗതി കൈവരിക്കുമെന്നും ഇരു നേതാക്കളും പ്രതിജ്ഞയെടുത്തതായും UK ബിസിനസ് വകുപ്പ് പറഞ്ഞു. ബ്രിട്ടീഷ് സ്റ്റീലിന്റെ ചൈനീസ് ഉടമകളുടെ വിഷയത്തിൽ കരാർ നടപ്പിലാക്കുന്ന US എക്സിക്യൂട്ടീവ് ഉത്തരവിൽ സ്റ്റീൽ താരിഫുകളെ ചൊല്ലിയുള്ള ഒരു തടസ്സം ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ടെഹ്റാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. 600 വിദ്യാർത്ഥികളെ ടെഹ്റാനിൽ നിന്നും കോമിലേക്കും മാറ്റി. ഉർമയിൽ നിന്ന് 110 വിദ്യാർത്ഥികളെ അർമേനിയൻ അതിർത്തിയിലേക്കും മാറ്റിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഇറാനിലെ ഇന്ത്യൻ എംബസി. ടെഹ്റാനിൽ ജോലി ചെയ്യുന്നത് 10,000-ഓളം ഇന്ത്യക്കാരാണ്. ഇറാനിലെ ഇന്ത്യക്കാർക്കായി വിദേശകാര്യ മന്ത്രാലയം ഹെൽപ്പ് ലൈൻ നമ്പർ തുടങ്ങി. 9128109115 9128109109 എന്നീ നമ്പറുകൾ ബന്ധപ്പെടാം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ ട്രംപ് ശക്തമായ ഭീഷണി ഉയർത്തിയെങ്കിലും ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ തങ്ങൾ പങ്കുചേർന്നിട്ടില്ല എന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. സഹായിക്കാൻ നെതന്യാഹു ആവശ്യപ്പെട്ടുവെങ്കിലും ഇതുവരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വഴങ്ങിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ട്രംപിനെ കൊലപ്പെടുത്താൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള ആരോപണം ഉന്നയിച്ച് US-നെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ നെതന്യാഹു ഏറെ ശ്രമിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റിലേക്ക് അധിക സൈനിക സംവിധാനം വിന്യസിക്കുന്നതിന് മേഖലയിൽ US-ന്റെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനാണെന്നും US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സത്ത് നേരത്തെ പറഞ്ഞിരുന്നു. അമേരിക്കൻ സേന അവരുടെ പ്രതിരോധ നിലപാട് നിലനിർത്തുന്നുവെന്നും അതിൽ മാറ്റമൊന്നുമില്ല എന്നും ഞങ്ങൾ അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ഇസ്രായേൽ-ഇറാൻ സംഘർഷം അതിരൂക്ഷമാകുന്നതിനിടെ US പടക്കപ്പൽ പശ്ചിമേഷ്യയെ ലക്ഷ്യമിട്ട് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. US-ന്റെ വിമാനവാഹിനി കപ്പലായ USS നിമിറ്റ്സ് വിയറ്റ്നാമിൽ ഡോക്ക് ചെയ്യാനുള്ള മുൻ തീരുമാനം റദ്ദാക്കി പശ്ചിമേഷ്യയെ ലക്ഷ്യമാക്കി നീങ്ങുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തെ വൻകിട യുദ്ധക്കപ്പലുകളിലൊന്നാണ് USS നിമിറ്റ്സ്. മേഖലയിലെ US കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമിടുമോ എന്ന ആശങ്കയുടെ പുറത്താണ് യുദ്ധക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നതെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ അമേരിക്കയുടെ മറ്റൊരു പടക്കപ്പൽ മേഖലയിലുണ്ട്.
ഇറാനും ഇസ്രയേലിനും ഇടയിൽ വെടിനിർത്തലിനേക്കാൾ വലുതാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് കാനഡയിൽ നടന്ന G7 നേതാക്കളുടെ ഉച്ചകോടിയിൽ നിന്നും ഇസ്രയേലിനും ഇറാനും ഇടയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ താൻ നേരത്തെ പോയി എന്ന വാർത്ത നിഷേധിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ്. താൻ നേരത്തെ സ്ഥലം കാലിയാക്കിയെന്ന് പറഞ്ഞ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ പബ്ലിസിറ്റി തേടുന്ന ആളായിട്ടാണ് ട്രംപ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പരിഹസിച്ചത്. താൻ എന്തിനാണ് വാഷിംഗ്ടണിലേക്ക് മടങ്ങുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റിന് ഒന്നും അറിയില്ല എന്നും അതിന്റെ കാരണം ഒരു വെടിനിർത്തലിനേക്കാൾ വളരെ വലുതാണ് എന്നും ട്രംപ് പറഞ്ഞു. ഇസ്രായേലിലെ പ്രധാന നഗരമായ തെൽ അവീവിലേക്ക് വീണ്ടും ഇറാൻ ആക്രമണം നടത്തി. പല ഘട്ടമായി ആക്രമണം തുടരുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാന്റെ നിരവധി മിസൈലുകൾ തടഞ്ഞതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. ഹൈഫയിലെ പല കെട്ടിടങ്ങളിലും തീപിടിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാന്റെ യുദ്ധകാല ചീഫ് ഓഫ് സ്റ്റാഫായ അലി ഷാത്മാനിയെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ സൈന്യം ചൊവ്വാഴ്ച അവകാശപ്പെട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡർ എന്നാണ് ഷാത്മാനിയെ സൈന്യം വിശേഷിപ്പിച്ചത്. ഖതം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുൻ തലവനായ ഗോലാം അലി റാഷിദിനെ കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഷാത്മാനിയെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് നിയമിച്ചത്. പടിഞ്ഞാറൻ ഇറാനിലെ ഡസൻ കണക്കിന് മിസൈൽ സംഭരണ വിക്ഷേപണ സൗകര്യങ്ങളും ഗ്രൗണ്ട് ടു എയർ മിസൈൽ ലോഞ്ചറുകളും ഒറ്റ രാത്രി കൊണ്ട് വ്യോമസേന യുദ്ധവിമാനങ്ങൾ നശിപ്പിച്ചതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. പടിഞ്ഞാറൻ ഇറാനിലെ ഇറാനിയൻ ഭരണകൂടത്തിന്റെ ഡസൻ കണക്കിന് സൈനിക ലക്ഷ്യങ്ങൾ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി നിരവധി ആക്രമണങ്ങൾ നടത്തി. ഇറാന്റെ ഔദ്യോഗിക ചാനലായ IRIBയുടെ തെഹ്റാൻ ഓഫീസിനെ ഇസ്രയേൽ ബോംബിട്ട് തകർത്തു. ചാനലിൽ വാർത്താ സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കവെയായിരുന്നു ആക്രമണം. IRIB ആസ്ഥാനം നിലനിൽക്കുന്ന തെഹ്റാനിലെ പ്രദേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോകാൻ ഇറാൻ സൈന്യം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരം മാധ്യമപ്രവർത്തകരെ സാധാരണക്കാരായി കണക്കാക്കുന്നതിനാൽ അവരെ മനഃപൂർവ്വം ലക്ഷ്യം വയ്ക്കുന്നത് ഒരു യുദ്ധക്കുറ്റമാണ് എന്ന രീതിയിൽ ഇസ്രയേലിനെതിരെ കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ കേരളത്തിൽ നിന്നും ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ താളം തെറ്റുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് നിരവധി സർവീസുകൾ റദ്ദാക്കി. വിവിധ രാജ്യങ്ങൾ വ്യോമപാത അടച്ചതിനാൽ ഒമാൻ ആകാശപാതയിൽ തിരക്കേറിയതാണ് വിമാനങ്ങൾ റദ്ദാക്കാൻ കാരണം. ചില സർവീസുകളുടെ സമയം മണിക്കൂറുകളോളം വൈകുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഗൾഫിലേക്കുള്ള 6 സർവീസുകൾ റദ്ദാക്കി. തിങ്കളാഴ്ച പുറപ്പെടേണ്ട കണ്ണൂർ ഷാർജ വിമാനവും എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കി. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ വ്യോമപാത അടച്ചിട്ടിരിക്കുകയാണ്. നേരത്തെയുള്ള സംഘർഷത്തെ തുടർന്ന് ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാനും വ്യോമപാത അനുവദിക്കുന്നില്ല. ഈ വ്യോമപാതകൾ ഒഴിവാക്കി വിമാനങ്ങൾ പലതും ഒമാൻ വ്യോമപാതയിലേക്ക് മാറിയതോടെയാണ് ഈ പാതയിൽ എയർ ട്രാഫിക് ഗണ്യമായി വർദ്ധിച്ചത്. ബുധനാഴ്ച പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഷാർജ കോഴിക്കോട് വിമാനം, മംഗലാപുരം ദുബായ് വിമാനം, കൊച്ചി ഷാർജ വിമാനം, കണ്ണൂർ ഷാർജ വിമാനം, വ്യാഴാഴ്ച പുറപ്പെടേണ്ട വിവിധ വിമാനങ്ങൾ എന്നിവ റദ്ദാക്കിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരെ അറിയിച്ചിട്ടുണ്ട്. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്കുള്ള സർവീസുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നുണ്ട്. ബഹ്റൈൻ കോഴിക്കോട് ബഹ്റൈൻ സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. കോഴിക്കോട് കുവൈറ്റ് സർവീസ് 3 മണിക്കൂറും കണ്ണൂർ സർവീസ് മണിക്കൂറുകളും വൈകി. മസ്കറ്റ് കണ്ണൂർ, മസ്കറ്റ് കോഴിക്കോട് സർവീസുകളും വൈകി. അപ്രതീക്ഷിതമായി വിമാന സർവീസുകൾ താളം തെറ്റുന്നത് മലയാളികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരെ പ്രയാസത്തിലാക്കി. പ്രത്യേകിച്ച് ഗൾഫിലെ വേനലവധിക്ക് കുടുംബങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്ന സമയം കൂടിയാണ് എന്നതിനാൽ നിരവധി പേർക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കും. ഇനി ആനന്ദ് ട്രാവൽ UK പൗണ്ട് ഇന്നത്തെ മൂല്യം. ഒരു പൗണ്ട് 116.89 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 86.10 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 99.59 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.36 US ഡോളർ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ UAE-യിൽ നിന്നും ജോർദാൻ, ലെബനൻ, ഇറാഖ്, ഇറാൻ, ഇസ്രയേൽ, സിറിയ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. യാത്രക്കാർ ബന്ധപ്പെട്ട എയർലൈനുകളിലോ ട്രാവൽ ഏജന്റുമാരെയോ വിമാന കമ്പനി വെബ്സൈറ്റിലൂടെയോ ബുക്കിംഗ് പുനഃക്രമീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്നും സർവീസ് റദ്ദാക്കിയത് മൂലം യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും എയർലൈനുകൾ അറിയിച്ചു. ദുബായിൽ പൊതുഗതാഗതം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 637 പുതിയ ബസ്സുകൾ കൂടി നിരത്തിലിറക്കുമെന്ന് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. എമിറേറ്റ്സിലെ പുതിയ മേഖലകൾ ബസ് സർവീസ് പരിധിയിലാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. നിലവിൽ 1390 ബസ്സുകളാണ് ദുബായിൽ സർവീസ് നടത്തുന്നത്.
അടുത്ത വർഷം പുതിയ ബസ്സുകൾ സർവീസ് ആരംഭിക്കും. ശീതീകരിച്ച ബസ് ഷെൽട്ടറുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 2040ഓടെ 100% ടാക്സികളും ലിമോസിനുകളും ഇലക്ട്രിക് ഹൈഡ്രജൻ വാഹനങ്ങളാക്കി മാറ്റും. വാഹനങ്ങൾ ആധുനികവൽക്കരിച്ച് പ്രകൃതി സൗഹൃദമാക്കുന്നതോടെ ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണവും അടിസ്ഥാന സൗകര്യങ്ങളും അനുബന്ധമായി വികസിപ്പിക്കും. UAE സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഇസ്ലാമിക പുതുവർഷം പ്രമാണിച്ച് ഈ മാസം 27-ന് ശമ്പളത്തോടുകൂടി അവധി പ്രഖ്യാപിച്ചു. ഹിജ്രി 1447 വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അവധി നൽകുന്നത്. ശനി, ഞായർ ദിവസങ്ങൾ വാരാന്ത്യ അവധിക്കുള്ള ജീവനക്കാർക്ക് ഈ അവധി ലഭിക്കുന്നതോടെ ജൂൺ 27 മുതൽ 29 വരെ 3 ദിവസത്തെ നീണ്ട വാരാന്ത്യം ലഭിക്കും. തുടർന്ന് ജൂൺ 30 മുതൽ സാധാരണ പ്രവൃത്തി സമയം പുനരാരംഭിക്കും. ഇനി ആൻ ദ ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 22.95 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 23.45 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 281.31 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 223.91 ഇന്ത്യൻ രൂപ. ഇനി നാഷണൽ വാർത്തകൾ. എയർ ഇന്ത്യ വിമാന അപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള കാത്തിരിപ്പ് നീളുന്നു. DNA പരിശോധനയിൽ 119 പേരെ തിരിച്ചറിഞ്ഞുവെന്നും 74 മൃതദേഹങ്ങൾ കൈമാറിയെന്നുമാണ് അധികൃതർ നൽകുന്ന വിവരം. DNA പരിശോധന പൂർത്തിയാക്കാൻ 72 മണിക്കൂർ വരെ എടുക്കുമെന്നാണ് മേഘന നഗർ സിവിൽ ആശുപത്രി അധികൃതർ മുൻപും പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സമയപരിധി കഴിഞ്ഞിട്ടും ഒട്ടേറെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. അപകടത്തിന്റെ തീവ്രത DNA പരിശോധന സങ്കീർണമാക്കുന്നുവെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ മുഴുവൻ സമയവും പരിശോധന നടക്കുകയാണെന്നും 20 ശാസ്ത്രജ്ഞർ വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയാണെന്നും അധികൃതർ പറഞ്ഞു. അപകട സ്ഥലത്തു നിന്നും ലഭിച്ച പല ശരീരഭാഗങ്ങളും DNA ശേഖരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്നും ചില സാഹചര്യങ്ങൾ അസ്ഥിമജ്ജയിൽ നിന്നോ പല്ലിന്റെ ഭാഗങ്ങളിൽ നിന്നോ DNA ശേഖരിക്കേണ്ടി വരുന്നതായും സിവിൽ ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. വിമാനത്തിന് സാങ്കേതിക തകരാർ തുടക്കതയാവുന്നു. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും കൊൽക്കത്ത വഴി മുംബൈയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ സാങ്കേതിക തകരാർ കണ്ടെത്തി. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ വിമാനത്തിന്റെ ഇടതുവശത്തുള്ള എഞ്ചിനിൽ തകരാർ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് യാത്രക്കാരെ പുറത്തിറക്കി വിമാനം പരിശോധിക്കുകയുണ്ടായി. തകരാർ ഉണ്ടായതിനെ തുടർന്ന് കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്കുള്ള ടേക്ക് ഓഫ് വൈകി. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ 7878 ഡ്രീം ലൈനറിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തിരുന്നത് ടർക്കിഷ് ടെക്നിക് കമ്പനി അല്ലെന്ന് തുർക്കി സർക്കാർ അറിയിച്ചു. എയർ ഇന്ത്യയുമായുള്ള കരാർ പ്രകാരം ബോയിങ് 777 വിമാനങ്ങൾക്ക് മാത്രമാണ് ടർക്കിഷ് ടെക്നിക് സേവനം നൽകിയതെന്നും അറിയിച്ചു. ടർക്കിഷ് ടെക്നിക് അറ്റകുറ്റപ്പണികൾ നടത്തിയതായാണ് അപകട കാരണമെന്ന പ്രചാരണത്തെ തുടർന്നാണ് വിശദീകരണം. ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്തു നിന്നും രാജിവെച്ച അമിതാഭ് കാന്ത്. 45 വർഷത്തെ സർക്കാർ സർവീസിനാണ് അമിതാഭ് കാന്ത് ഇതോടെ അന്ത്യം കുറിച്ചത്. 1980 ബാച്ച് IAS കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് അമിതാഭ് കാന്ത്. 2022 മുതൽ G20യിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന അമിതാഭ് കാന്ത് 2023 ഇന്ത്യയെ G20 അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. നീതി ആയോഗ് CEO ആയും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സ്വതന്ത്ര സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, തിങ്ക് ടാങ്കുകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ എന്നിവയുമായി സഹകരിച്ച് വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനമാണ് താൻ മുന്നിൽ കാണുന്നതെന്നും അദ്ദേഹം കുറിച്ചു. ഇനി കേരള വാർത്തകൾ. കൊച്ചി മെട്രോ പ്രവർത്തനത്തിന്റെ 8ാം വർഷത്തിലേക്ക് കടന്നു. കൊച്ചി മെട്രോ നഗര ഗതാഗത സേവന ദാതാവ് എന്നതിൽ നിന്നും സംസ്ഥാനത്തെയും രാജ്യത്തെയും അടിസ്ഥാന സൗകര്യ വികസന തലത്തിലെ ശക്തമായ ഒരു ബ്രാൻഡായി മാറി. കൊച്ചിയിൽ വിജയകരമായി മെട്രോ റെയിലും വാട്ടർ മെട്രോയും സ്ഥാപിച്ച KMRL തിരുവനന്തപുരത്തും കോഴിക്കോട്ടും അത് ആവർത്തിക്കാനൊരുങ്ങുന്നു. രാജ്യത്തെ 21 കേന്ദ്രങ്ങൾ വാട്ടർ മെട്രോ സേവനം ആരംഭിക്കാനുള്ള സാധ്യതാ പഠനവും നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് സുസ്ഥിര നഗര ഗതാഗത വികസന രംഗത്തെ ദേശീയ ബ്രാൻഡായി മാറുന്നു. സ്വന്തമായി വാങ്ങിയ 15 ബസ്സുകളുമായി നഗരത്തിലെ പല കേന്ദ്രങ്ങളിലേക്കും സേവനം ഇതിനോടകം വിപുലീകരിച്ചു. അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത G നായരെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് വെള്ളരിക്കുണ്ട് ജൂനിയർ സൂപ്രണ്ട് A പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ആരംഭിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി K രാജൻ. വിമാന അപകടത്തിൽ അനുശോചിച്ച് മറ്റൊരാൾ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ഇയാൾ രഞ്ജിതയെ അപമാനിക്കുന്ന വിധത്തിൽ കമന്റുകളിട്ടത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ റവന്യൂ മന്ത്രി പവിത്രനെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ സർവീസ് റൂൾ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഇനി സ്പോർട്സ്.
ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ താരം IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരവുമായ സ്പിന്നർ രവീന്ദ്രൻ അശ്വിനെതിരെയുള്ള പന്ത് ചുരുട്ടൽ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ. ആരോപണത്തിന് തെളിവില്ലെന്നും അതുകൊണ്ട് തന്നെ പരാതി പരിഗണിക്കില്ലെന്നും തമിഴ്നാട് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് അധികൃതരും വ്യക്തമാക്കി. തമിഴ്നാട് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിനിടെ അശ്വിനെതിരെ പന്ത് ചുരുട്ടൽ ആരോപണം ഉയർന്നത്. ടൂർണമെന്റിൽ ഡിണ്ടിഗൽ ഡ്രാഗൺസിന്റെ ക്യാപ്റ്റനാണ് അശ്വിൻ. മധുര പാന്തേഴ്സ് ടീമാണ് അശ്വിനെതിരെ പന്ത് ചുരുട്ടൽ ആരോപണവുമായി രംഗത്തെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ആശങ്കകളൊക്കെ പറഞ്ഞു തീർത്തു കെയർ സ്റ്റാമറും ഡൊണാൾഡ് ട്രംപും. ഏറെ കാത്തിരുന്ന UK-US വ്യാപാര കരാറിൽ ഇരുവരും ഒപ്പുവെച്ചു. തനിക്കു ബ്രിട്ടനെ ഇഷ്ടമാണെന്നും ഭാവിയിലെ താരിഫുകളിൽ നിന്നും ബ്രിട്ടന് സംരക്ഷണം ഉണ്ടായിരിക്കുമെന്നും ട്രംപ്. ടെഹ്റാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. 600 വിദ്യാർത്ഥികളെ ടെഹ്റാനിൽ നിന്നും കോമിലേക്കും 110 വിദ്യാർത്ഥികളെ ഉർമയിൽ നിന്നും അർമേനിയൻ അതിർത്തിയിലേക്കും മാറ്റി. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ തങ്ങൾ പങ്കുചേർന്നിട്ടില്ലെന്നും വൈറ്റ് ഹൗസ്. ഇസ്രായേൽ-ഇറാൻ സംഘർഷം അതിരൂക്ഷമാകുന്നതിനിടെ US പടക്കപ്പൽ USS നിമിറ്റ്സ് പശ്ചിമേഷ്യൻ ലക്ഷ്യമിട്ട് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഇറാന്റെ യുദ്ധകാല ചീഫ് ഓഫ് സ്റ്റാഫായ അലി ഷാദ്മാനിയെ കൊലപ്പെടുത്തിയതായി അവകാശപ്പെട്ട് ഇസ്രായേലിൽ കനത്ത മിസൈൽ ആക്രമണം തുടർന്ന് ഇറാൻ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതോടെ കേരളത്തിൽ നിന്നും ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ താളം തെറ്റുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് നിരവധി സർവീസുകൾ റദ്ദാക്കി. ഇസ്രായേൽ-ഇറാൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ UAE-യിൽ നിന്നും ജോർദാൻ, ലെബൻ, ഇറാഖ്, ഇറാൻ, ഇസ്രായേൽ, സിറിയ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു.